അധോലോകം, അത് കൈയാളുന്ന നേതാവ്, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഗുണ്ടാപ്പട. തിയേറ്റർ സ്ക്രീനിൽ ഇതൊക്കെ കണ്ട് നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലജ്ജിക്കണം. മലയാള ചലച്ചിത്ര വ്യവസായം പുരുഷന്മാരായ ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും അഭിനേതാക്കളുടെയും നിയന്ത്രണത്തിലാണ്. അവർ സിനിമയെ മുഴുവൻ നിയന്ത്രിക്കുകയും സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റു വ്യക്തികളെ ഭരിക്കുകയും ചെയ്യുന്നു. മിന്നിത്തിളങ്ങി നിന്ന പല നടന്മാരെ പോലും സിനിമയിൽ നിന്ന് വർഷങ്ങളോളം ഒഴിവാക്കി നിർത്താൻ കഴിവുള്ള പവർ ഗ്രൂപ്പുകളാണ് ആ സംഘം. ഇവർക്കെതിരെ പരാതിപ്പെടാൻ പോയിട്ട് എതിർത്ത് പറയാൻ പോലും സ്ത്രീകൾക്കാകില്ല. എത്രമാത്രം അരക്ഷിതാവസ്ഥ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നടിയോ ജൂനിയർ ആർട്ടിസ്റ്റോ മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെ ആരുമാകട്ടെ, ഈ പവർ ഗ്രൂപ്പുകൾക്കെതിരെ വിരലൊന്നനക്കാൻ പോലും ആകില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ ഇനിയൊരു അവസരം ലഭിക്കില്ലെന്ന് സ്ത്രീകൾ ഭയപ്പെടുന്നുവെന്ന് മുതിർന്ന ഒരു നടിയുടെ മൊഴിയുണ്ട്. WCCയിൽ നിന്ന് അംഗത്വമെടുത്തതിന് മാത്രം സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നടിയുടെ അനുഭവവും റിപ്പോർട്ടിലുണ്ട്. കഴിവുള്ള നടിമാരെയാണ് ഇങ്ങനെ പുറത്താക്കിയതെന്നും ഇക്കാര്യം ബോധ്യപ്പെട്ടുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. WCC രൂപീകരിച്ച ശേഷമാണ് പ്രശസ്തരായ ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നുവെന്ന് പലരും മൊഴി നൽകിയത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമം അനിവാര്യമാണെന്നും ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നുമാണ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശ. 4 വർഷത്തിലേറെ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ ഇനി ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, തുടർ നടപടികൾ എങ്ങനെ എടുക്കും എന്നതാണ് നിർണായകം. ടീം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.